വയനാട് നമ്മുടെ പ്രതിനിധി VS രഞ്ജിത്തുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ വയനാട് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് അല്ലെ, ആ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ പോലും കോൺഗ്രസിന്, പ്രത്യേകിച്ച് UDFന്, ലീഗിന് ഒക്കെ അവരുടെ വോട്ട് ഏറെക്കുറെ നന്നായി തന്നെ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പോളിംഗ് യഥാർത്ഥത്തിൽ ബാധിച്ചിരിക്കുന്നത്, പോളിംഗ് പെർസെൻറ്റേജിൻ്റെ ആ ഡിക്ലൈൻ യഥാർത്ഥത്തിൽ ബാധിച്ചിരിക്കുന്നത് LDFനെയും അതുപോലെ തന്നെ BJPയുമാണ്. എന്നാൽ അവരുടെ പ്രകടനങ്ങൾ അത്ര മോശമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ആ പോളിംഗ് പെർസെൻറ്റേജിൻ്റെ ഡിക്ലൈൻ അവരുടെ വോട്ടിൽ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നവ്യ ഹരിദാസൊക്കെ നന്നായി പെർഫോം ചെയ്തു എന്ന് തന്നെ വേണം വിലയിരുത്താൻ. കുറച്ചൊരു പിന്നോട്ട് പോയത് സത്യൻ മൊകേരിയാണ്. ഏതായാലും 4 ലക്ഷം എന്ന് പറയുന്ന ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് എത്താൻ കഴിഞ്ഞു, പല പ്രവചനങ്ങളെയും അതിജീവിച്ചുകൊണ്ട്. നമ്മളൊരു 3-3.5 വരെയാണ് പരമാവധി പ്രതീക്ഷിച്ചത്. ഏതായാലും പ്രിയങ്ക ഗാന്ധിക്ക് തിളക്കമായൊരു വിജയം വയനാട്ടിൽ നിന്നുണ്ടായി എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ടോ? ഇടതുപക്ഷത്തിന് ഈ പറയുന്ന സത്യൻ മൊകേരിയെ പോലൊരു പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ രംഗത്തിറക്കിയിട്ടും വോട്ട് കുറഞ്ഞതിനെക്കുറിച്ച് അവരുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഉണ്ണി ബാലകൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 2 കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയത് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആൾക്കൂട്ടമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നത്, സാധാരണഗതിയിൽ നമ്മൾ പറയും ഒരു പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന ഒരു ഫാക്ടർ ഉണ്ടാവണമല്ലോ. ഇവിടെ ജനങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ഉണ്ടായിരുന്ന ഒരേ ഒരു ഫാക്ടർ, പ്രിയങ്ക ഗാന്ധിയെപ്പോലെ ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരി ആദ്യമായി കന്നിയംഗത്തിലെത്തുമ്പോൾ ആ ഒരു ആങ്സൈറ്റിയും അവരോടുള്ള അഭിനിവേശവും ഒക്കെയുള്ള ആളുകൾ കൂട്ടത്തോടുകൂടി പോൾ ചെയ്യാനെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയ 9,50,767 പേരിൽ 6,22,338 പേരും എന്ന് പറഞ്ഞാൽ ഏകദേശം 64.99% ആളുകളും വോട്ട് രേഖപ്പെടുത്തിയത് അത് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ വയനാടിനെ സ്വാധീനിച്ച ഒരേ ഒരു ഘടകം പ്രിയങ്ക ഗാന്ധിയാണ്. സ്വാഭാവികമായിട്ടും CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ ഗ്യാങ്ങിൽപ്പെട്ട, LDFൻ്റെ വോട്ട് ബാങ്കിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാനില്ല. രാഹുൽ ഗാന്ധി തൻ്റെ പിൻഗാമിയായി പ്രിയങ്ക ഗാന്ധിയെ വാഴിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി LDF അനുഭാവമുള്ള ആളുകൾ വരണമെന്നില്ല എന്നുള്ളത് ഒന്ന്. 2, ഉപതെരഞ്ഞെടുപ്പിനോടുള്ളൊരു മടുപ്പും ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ ആളുകൾ കൂട്ടത്തോട് എത്തി. മാത്രവുമല്ല, ഇവിടെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ ഏകദേശം 5% വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടി എന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറി. അതുപോലെ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം, ഇവിടെ ഈ LDFനോ BJPക്കോ വലിയൊരു തിരിച്ചടി ഉണ്ടായി എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്, LDFൻ്റെയോ BJPയുടെയോ വോട്ടർമാർക്കോ അവരുടെ അനുഭാവികളെ സംബന്ധിച്ചോ അവരെ പോളിംഗ് ബൂത്തിലെത്തിക്കുന്ന പ്രത്യേക ഘടകങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. മറിച്ച് LDFും BJPയും ഒക്കെ നല്ല രാഷ്ട്രീയ പ്രചരണം മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. ആ രാഷ്ട്രീയ പ്രചരണം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ കൃത്യമായ കേഡർ വോട്ടുകൾ, അത് 2,11,000 സത്യൻ മൊകേരിക്കും 1,10,000 BJPക്കും കിട്ടിയത് അവരുടെ കൃത്യമായ പോളിംഗ് ആണ്, അവരുടെ കൃത്യമായ പാർട്ടി വോട്ടുകളാണ്. അതിൽ നവ്യ ഹരിദാസ് ഒരു നല്ല നില മെച്ചപ്പെടുത്തി. കാരണം K സുരേന്ദ്രന് കിട്ടിയതിനേക്കാൾ 1.5% വോട്ട് മാത്രമാണ് നവ്യ ഹരിദാസിന് കുറഞ്ഞത് എന്നുള്ളതാണ്. എന്നാൽ സത്യൻ മൊകേരിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ആനി രാജയേക്കാൾ 4% കുറവാണ്. സത്യൻ മൊകേരി പറഞ്ഞു എങ്ങനെ വോട്ട് കുറഞ്ഞു എന്ന് പരിശോധിക്കുമെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് വയനാടിനെ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധിയെ മാത്രമായിരുന്നു ഇവിടെ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകളെത്തി, അവർ വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് കുറഞ്ഞ പോളിംഗ് അത് UDFനെ ബാധിക്കാതിരുന്നത്. നല്ല പോളിംഗോടുകൂടി പ്രിയങ്ക ഗാന്ധിക്ക് കന്നിയംഗത്തിൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. രാഷ്ട്രീയമായി ഒരു ദിശാസൂചനയും ഇവിടെ ഇല്ല. 2024 വയനാട് എന്ത് രാഷ്ട്രീയമാണോ മുന്നോട്ട് വെച്ചത് അതേ രാഷ്ട്രീയം തന്നെയാണ് ഇക്കുറിയും വയനാട് പറയുന്നത്.